അവരുടെ ഇല്ലുണ്ട്. അപ്പോൾ മുഖേശ്വരൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു. എന്നിട്ട് നോക്കുന്നു, ഒരു പേനയും ഒരു പേപ്പർ എടുത്തു. എന്താ വിളിച്ചിട്ട് എന്തെന്ന് എഴുതുന്നേ ഋഷി എന്നെ കളിയാക്കുന്നു ഋഷി. എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു ഋഷി കണ്ടേ, നമ്മുടെയൊക്കെ നാടകം കൊടുക്കുമല്ലേ. അപ്പം എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുമ്പോൾ പാട്ട് എഴുതാമെന്ന് ആണില്ല, എനിക്ക് വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയും. അപ്പോൾ ഉടനെ എനിക്ക് സെന്റിമെന്റ്സ് വരും. നമ്മൾ ആരും പറഞ്ഞ മുഖേശ്വരനെ പിന്നെ ഇവരാണ് തീരുമാനിക്കുന്നത്. മുഖേശ്വരൻ എഴുതി എന്നെ വായിച്ച് കേൾപ്പിക്കും. ഞാനൊരു വേദിയെ സപ്പോർട്ട് ചെയ്ത് ഒരു ആളെടുക്കുക. അപ്പോഴീ ഒറിജിനൽ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നു പോകുന്നു. പിന്നെ ഞാൻ പറ്റിപ്പോകും. ശരി പക്ഷേ ഇങ്ങനെ കളിയാക്കത്തില്ല, കളിയാക്കത്തില്ല. തിരുനെല്ലി കാട് പൂത്തു, തിന്നാൻ കിളി ഇറങ്ങി, കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ പറഞ്ഞു. ഒരു സൂപ്പറായിരിക്കുന്നു. നല്ല കുറച്ച പ്രാസമൊക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ. പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ട് അവരുടെ അടുത്തുകൊണ്ട് വേറെ അയച്ചോട്ടെ ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ടോ. പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നത്. ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് അവരെന്ന് ഭാഗമൊക്കെയാണ് ഉപേക്ഷിക്കാം. ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ചേട്ടാ. അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. അവിടെയാണ് എന്റെ നാമക്കേട്. അപ്പൊ ഞാൻ ശരിയാട്ടോ ഇങ്ങനെ പലതും. തിരുനെല്ലി കാട് പൂത്തു തിന്ന ചേട്ടൻ സൂപ്പറായിരിക്കുന്നോ, നന്നായിരിക്കുന്നു ആണല്ലേ ഉറച്ചി. ഇത് ഉറച്ചി ചോരയെ കാണിക്കല്ലേ. എനിക്ക് പരിഹാസം കേൾക്കാൻ വലിയ ഉറച്ചി. നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയണം. ഇപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ടോ ഉപേക്ഷിച്ച പാട്ട് ഇല്ല അവരുടെ അറിയാം കേട്ടോ. ബഹദൂരങ്ങൾ മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്. മുകേഷിന്റെ പാട്ട് നോക്കി നടക്കാതെ. അപ്പൊ ഞാനിത് വിളിച്ചു. എന്നിട്ട് ഞാനെത്തി തിരുനെല്ലിക്കാടുനായി സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ എറണാകുളത്തോട്ട് പോവുക വേറൊരു പടത്തിന് ഷൂട്ടിങ്. വണ്ടി കയറിയിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പനെ വണ്ടിക്കാണ്. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും. ഭയങ്കര സ്പീഡാവും. ഇതിനോട് 5 മിനിറ്റ് അവൻ കുട്ടപ്പ പാട്ട് കുറെ പാട്ടുകൾ ഇങ്ങനെ വന്നു. അടുത്തത് പാട്ട് കാസറ്റാണ്. യേശുദാസും ഇത് ഉയർന്ന് ആലപിക്കുന്ന ഗാനം. ഇത് നേരത്തെ കാസറ്റ് നടക്കുമല്ലോ. ദാസേട്ടും വേറെ തിരുനെല്ലി കാട്. അയ്യോ അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിലുണ്ട്. ഞാൻ പാടില്ലേ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ മുകേഷിന്റെ പാട്ട് ഇന്ന് സിനിമ വന്നിരിക്കുന്നു. ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ എന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പ കൈ കിട്ടി എനിക്ക് മോനൊക്കെ ഇത് സഹിക്കാനില്ല. ഞാൻ ആ ലൊക്കേഷനിൽ എല്ലാവരോടും പറഞ്ഞു ഈ പാട്ടിനെ കുറിച്ച്. തലേ ദിവസം ഞാൻ പോകണം വരുമ്പോൾ മുകേഷനെ കാണണോടെ. എല്ലാവരും മുമ്പ് വെച്ച് എന്ത് പറഞ്ഞ് തോപ്പിക്കാൻ മാത്രം ഒന്നും പറഞ്ഞ് തോപ്പിക്കാൻ പറ്റില്ല. ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാൽ നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷൻ. സത്യത്തിൽ നമ്മൾ ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മുകേഷിന്റെ അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ തോറ്റു പോവുകയാണ്. ഈശ്വര ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണുന്നില്ല. ചെന്നുള്ള ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടവിടെ മുകേഷിന്റെ ഓരോരുത്തർ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ്. ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ്. അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അത് ഈ പടത്തിൽ മുകേഷൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ലൊക്കേഷൻ കൊണ്ടുവന്നില്ല. അയ്യോ സൂപ്പറായിരിക്കും. കാരണം പറയോ ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ്. സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും, നമ്മളെ തന്നെ പറ്റിക്കും. എന്നാലും കൂടെ എന്തുകൊണ്ട് കഥ കേൾക്കും. അങ്ങനെ